സെമി ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ബുള്ളിഫോം സെൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവസാന ഭാഗത്ത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കാം മക്കളെ, നീറ്റിൽ വരാൻ ചാൻസ് ഉള്ള നല്ല ക്വസ്റ്റ്യനാ. അസേഷൻ്റെ റീസണ്ട് ഒന്ന് പോസ് ചെയ്യുക, വേഗം നിങ്ങൾ നോക്കുക കിട്ടുന്നുണ്ടോ നോക്ക്. കുറച്ച് ടഫാണ്, കിട്ടാൻ പാടാണ് അല്ലേ? എങ്കിൽ വാടാ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യമേ ഞാൻ പറയാൻ പോണത് എന്താണ് ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാ. ഇതൊരു ലീഫാന്നിരിക്കട്ടെ. ലീഫിൻ്റെ ഉള്ളിൽ എന്തുണ്ട് സാറേ? ലീഫിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ട്. ലീഫിൻ്റെ ഉള്ളിലെ വാട്ടർ നല്ല സൺലൈറ്റ് കിട്ടുമ്പം ഈ ലീഫ് അങ്ങ് ചൂടാകുമ്പം ഇതിനുള്ളിലെ വാട്ടർ ഈ ലീഫിലെ ഓപ്പണിങ്ങിൻ്റെ പേരെന്താ? സൊമാറ്റ വഴി ഈ വെള്ളം നേരെ വേപ്പറായിട്ട് പുറത്തേക്ക് പോകും. ലീഫിൻ്റെ ഉള്ളിലെ വെള്ളം വേപ്പറായിട്ട് പുറത്തു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. Loss of water through stomata in the form of vapor. ഒരുപാട് ട്രാൻസ്പിരേഷൻ ആകാൻ പറ്റില്ല, കാരണം ഫോട്ടോസിന്തസിസ് നടക്കാൻ വാട്ടർ വേണമല്ലോ. ഒരുപാട് ട്രാൻസ്പിരേഷൻ നടക്കാൻ ലീഫ് സമ്മതിക്കില്ല, കാരണം എന്താ? ഒരുപാട് ട്രാൻസ്പിരേഷൻ നടന്നാലോ ലീഫിൻ്റെ ഉള്ളിലെ സകല വെള്ളവും പുറത്തു പോകും, അപ്പം പിന്നെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ എല്ലാ പ്ലാന്റുകളും എന്താ ശ്രമിക്കുക? ട്രാൻസ്പിരേഷനെ കുറച്ച് നിർത്താനാണ് നോക്കുക, ട്രാൻസ്പിരേഷനെ കുറയ്ക്കാനാണ് നോക്കുക. ട്രാൻസ്പിരേഷനെ കുറയ്ക്കാൻ രണ്ട് മാർഗങ്ങൾ ചെയ്താൽ മതി. ഒന്ന് എന്ത് ചെയ്താൽ മതി? ഈ വാട്ടർ വേപ്പറായിട്ട് പോകുന്നതല്ലേ ട്രാൻസ്പിരേഷൻ, അത് ഏത് വഴിയാ? സ്റ്റൊമാറ്റ വഴി. ഒന്നാമത്തെ മാർഗം എന്താ? ഈ സ്റ്റൊമാറ്റ അങ്ങ് ക്ലോസ് ചെയ്യുക. സ്റ്റൊമാറ്റ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അപ്പം എന്താ? സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്താൽ ട്രാൻസ്പിരേഷനെ കുറയ്ക്കാം. രണ്ടാമത്തെ മാർഗം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ മാർഗം എന്താ? സൺലൈറ്റിലേക്ക് ലീഫ് ഇങ്ങനെ തുറന്നിരിക്കുന്നതല്ലേ പ്രശ്നം. ഈ ലീഫിനെ അങ്ങ് മടക്കുന്നു, ലീഫിനെ അങ്ങ് ചുരുട്ടുന്നു. ലീഫ് ചുരുട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് ലീഫ് റോളിംഗ് അല്ലെങ്കിൽ ലീഫ് കേളിംഗ് എന്നാ വിളിക്കുക. ലീഫിനെ അങ്ങ് കേൾ ചെയ്താൽ മതി, ലീഫിനെ ചുരുട്ടിയാൽ മതി. അപ്പം ലൈറ്റ് അടിക്കില്ല, ലീഫ് ചൂടാകില്ല, വാട്ടർ വേപ്പർ വഴി പുറത്തു പോവില്ല, ട്രാൻസ്പിരേഷൻ കുറയും. ഈ ലീഫിനെ റോളാക്കുന്ന, ലീഫിനെ ഇങ്ങനെ ചുരുക്കുന്ന സെല്ലുകളാണ് ബുള്ളിഫോം സെൽസ്. ഈ ബുള്ളിഫോം സെൽസ് ഉണ്ടായാൽ മതി. ബുള്ളിഫോം സെൽസ് ആണെങ്കിൽ എന്താ പറ്റുക? ലീഫ് റോൾ ആയിക്കോളും, ലീഫ് ചുരുങ്ങിക്കോളും. ലീഫ് ചുരുങ്ങിക്കയറുമ്പോഴോ ലൈറ്റ് അടിക്കില്ല, ട്രാൻസ്പിരേഷൻ കുറഞ്ഞോളും. അപ്പോൾ ട്രാൻസ്പിരേഷനെ കുറയ്ക്കാൻ രണ്ട് മെത്തേഡാണ്. ഒന്നെങ്കിൽ ഈ സ്റ്റൊമാറ്റ അങ്ങ് ക്ലോസ് ചെയ്യുക, അപ്പോൾ വാട്ടർ പുറത്ത് പോകില്ല. രണ്ടോ, ഈ ലീഫ് ലൈറ്റിലേക്ക് തുറന്നിരിക്കുന്നതല്ലേ പ്രശ്നം, ലീഫ് ചൂടാകാൻ, അപ്പോൾ അല്ലേ വാട്ടർ വേപ്പറായിട്ട് പോവാ. ലീഫ് നേരെ അങ്ങോട്ട് ചുരുട്ടുന്നു, ലീഫ് അങ്ങോട്ട് നേരെ റൗണ്ട് ആക്കുന്നു, ചുരുട്ടി വെക്കുന്നു. അതിൻ്റെ പേര് റോളിംഗ് എന്നാണ് വിളിക്കുക. ലീഫ് റോൾ ആകണമെങ്കിൽ ചില സെല്ലുകൾ വേണം, ബുള്ളിഫോം സെൽസ്. സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്തിട്ടാണ് ഡൈക്കോട്ട് ലീഫുകൾ ട്രാൻസ്പിരേഷൻ കുറയ്ക്കാറുള്ളത്. ബുള്ളിഫോം സെൽസ് ഉണ്ടാക്കിയെടുത്ത് ലീഫിനെ റോൾ ചെയ്തിട്ടാണ് മോണോക്കോട്ട് ലീഫുകൾ ട്രാൻസ്പിരേഷൻ കുറയ്ക്കാറുള്ളത്. ഈ രണ്ട് മെത്തേഡാണ്. ഒന്നെങ്കിൽ ബുള്ളിഫോം സെൽസ് ഉണ്ടാക്കിയെടുക്കുക, ബുള്ളിഫോം സെൽസ് ലീഫിൽ ഫോം ചെയ്യുക, അപ്പോൾ ആ ലീഫ് റോൾ ചെയ്യും, ട്രാൻസ്പിരേഷൻ കുറയും. അല്ലെങ്കിലോ ആ ലീഫിലെ സ്റ്റൊമാറ്റ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി, അപ്പോൾ ട്രാൻസ്പിരേഷൻ കുറയും. സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിട്ടാണ് ഡൈക്കോട്ട് ലീഫുകൾ ട്രാൻസ്പിരേഷൻ കുറയ്ക്കുക. ബുള്ളിഫോം സെൽസ് ഫോം ചെയ്തിട്ട് ലീഫിനെ റോൾ ചെയ്തിട്ടാണ് മോണോക്കോട്ട് ലീഫുകൾ ട്രാൻസ്പിരേഷൻ കുറയ്ക്കുക. ബുള്ളിഫോം സെൽസ് ഡൈക്കോട്ട് ലീഫിൽ കാണാറില്ല. എന്തിനാ ഡൈക്കോട്ട് ലീഫിൽ കാണുന്നത്? ബുള്ളിഫോം സെൽസിന്റെ മെയിൻ പണി എന്താ? ലീഫ് റോൾ ആക്കുക, ട്രാൻസ്പിരേഷൻ കുറയ്ക്കുക. അതേ പണി സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്ത് അവർ ചെയ്യുന്നുണ്ട് ഡൈക്കോട്ട് ലീഫുകൾ. മോണോക്കോട്ട് ലീഫിൽ മാത്രമേ ബുള്ളിഫോം സെൽസ് ഉണ്ടാകുള്ളൂ. ഡൈക്കോട്ടിൽ അതേ പണി സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്യുമ്പോൾ നടക്കും. സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ? ട്രാൻസ്പിരേഷൻ കുറഞ്ഞോളും. ബുള്ളിഫോം സെൽസ് മോണോക്കോട്ട് ലീഫിൽ എന്താ ചെയ്യുക? ലീഫിനെ റോൾ ചെയ്യിക്കുന്നു, ട്രാൻസ്പിരേഷൻ കുറയ്ക്കുന്നു. അതേ പണി ഡൈക്കോട്ട് ലീഫ് എങ്ങനെ ചെയ്യുക? സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്യുന്നു, ട്രാൻസ്പിരേഷനെ കുറയ്ക്കുന്നു. ഇത് മനസ്സിലായോ മക്കളെ? ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് റിയൽ കൺസെപ്റ്റ്. എന്താ സാറേ ബുള്ളിഫോം സെൽസുകൾ? ശ്രദ്ധിച്ചോ, മോണോക്കോട്ട് ആയിക്കോട്ടെ ഡൈക്കോട്ട് ആയിക്കോട്ടെ, ഏത് ലീഫ് എടുത്താലും രണ്ട് എപ്പിഡെർമിസുകൾ കാണാം. രണ്ട് എപ്പിഡെർമിസുകൾ ഉണ്ട്. മുകളിൽ കാണുന്നതാണ് അപ്പർ എപ്പിഡെർമിസ്, താഴെ കാണുന്ന ലോവർ എപ്പിഡെർമിസ്. അപ്പർ എപ്പിഡെർമിസിന്റെ വേറൊരു പേരാണ് അഡാക്സിയൽ എപ്പിഡെർമിസ്. താഴത്തെ എപ്പിഡെർമിസിന്റെ വേറൊരു പേരെന്താ? അബാക്സിയൽ. അഡാക്സിയൽ, അബാക്സിയൽ എപ്പിഡെർമിസ്. ഇനി അബാക്സിയൽ എപ്പിഡെർമിസ് നോക്കണ്ട, നിങ്ങൾ അഡാക്സിയൽ എപ്പിഡെർമിസ് നോക്കേ. ഏത് എപ്പിഡെർമിസ് ആയിക്കോട്ടെ, ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകളുടെ പേരെന്താ? എപ്പിഡെർമസ് സെൽസാ. ഏത് എപ്പിഡെർമിസ് എടുത്താലും ഉണ്ടാക്കിയിരിക്കുന്ന എപ്പിഡെർമസ് സെൽസ് വെച്ചാ. നിങ്ങൾ അഡാക്സിയൽ എപ്പിഡെർമിസ് മാത്രം നോക്കേ. അഡാക്സിയൽ എപ്പിഡെർമിസിലെ ചില എപ്പിഡെർമസ് സെൽസ് ഉണ്ടല്ലോ, ചില എപ്പിഡെർമസ് സെൽസ് അങ്ങോട്ട് സൈസ് കൂടും. വാക്യൂള് ഫോം ചെയ്യുമ്പോഴാണ് സൈസ് കൂടുക. സൈസ് അങ്ങോട്ട് കൂടും.
അതിൻ്റെ ഉള്ളിൽ ഒന്നും കാര്യമായിട്ട് വേറെ സാധനങ്ങളൊന്നും ഇല്ല. സൈസ് കൂടും, അതിൻ്റെ ഉള്ളിലൊന്നും പ്രധാനമായിട്ട് കാണില്ല, ലാർജ് ആകും. ചില എപ്പിഡെർമസ് സെൽസ് അഡാക്സിയൽ എപ്പിഡെർമിസിലെ ചില സെല്ലുകൾ, ചില എപ്പിഡെർമസ് സെൽസ് നേരെ വലുതാകും, ലാർജ് ആകും. അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല, ലാർജ് ആണ്, എം ടി ആണ്. കളറുണ്ടോ? കളറുമില്ല. ലാർജ് എം ടി കളർലെസ് സെൽസ് ആയിട്ട് ചില എപ്പിഡെർമസ് സെൽസ് മാറും. ആ എപ്പിഡെർമസ് സെൽസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ബുള്ളിഫോം സെൽസ്. എന്താ ബുള്ളിഫോം സെൽസ്? സത്യത്തിൽ ആരാ? എപ്പിഡെർമസ് സെൽസാ. എന്താ പ്രത്യേകത? ലാർജ് ആയിരിക്കും, കളറില്ലായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണില്ല, എം ടി. ലാർജ് എം ടി കളർലെസ് സെൽസ്, ലാർജ് എം ടി കളർലെസ് എപ്പിഡെർമസ് സെൽസ് ആർ കോൾഡ് ബുള്ളിഫോം സെൽസ്. സാറേ, ലോവർ എപ്പിഡെർമിസിലെ എപ്പിഡെർമസ് സെൽസ് അങ്ങനെ മാറുമോ? ഇല്ല. അപ്പർ എപ്പിഡെർമിസിലെ എപ്പിഡെർമസ് സെൽസ് ആണ് എന്തായിട്ട് മാറുള്ളൂ? ബുള്ളിഫോം സെൽസ് ആയിട്ട് മാറുള്ളൂ മക്കളെ. മനസ്സിലായല്ലോ? അപ്പർ എപ്പിഡെർമിസിലെ ഏതെങ്കിലും എപ്പിഡെർമസ് സെൽസ് ലാർജായി, കളർലെസ് ആയി, എം ടി ആയി എങ്കിൽ വിളിക്കുന്ന പേര് ബുള്ളിഫോം സെൽസാ. ബുള്ളിഫോം സെൽസിന്റെ മെയിൻ പണി എന്താണെന്നറിയാമോ? പ്ലാന്റിൻ്റെ ഉള്ളിൽ നിറച്ച് വാട്ടറാന്നിരിക്കട്ടെ, പ്ലാന്റിൻ്റെ ഉള്ളിൽ നിറച്ച് വാട്ടർ ആണെങ്കിൽ എന്താ ചെയ്യുക? ഇതാണല്ലോ നമ്മുടെ മോണോക്കോട്ട് ലീഫ്. ഇതാണ് മോണോക്കോട്ട് ലീഫ് എന്നിരിക്കുക. ഇത് അപ്പറാട്ടോ, ഇത് മുകൾ ഭാഗം, താഴ്ഭാഗം അതിൻ്റെ ബാക്കിലുണ്ട്. ഈ മുകൾ ഭാഗത്ത് കാണുന്ന സെല്ലുകളുടെ പേരാണ് ഏത്? മുകൾ ഭാഗത്ത് കാണുന്ന സെല്ലുകളുടെ പേരെന്താ? ബുള്ളിഫോം സെൽസ്, ലാർജ് സെല്ലുകളാണ്. പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കൂടുതലാണെങ്കിൽ, പ്ലാന്റിൻ്റെ ഉള്ളിൽ നല്ല പോലെ വാട്ടർ ഉണ്ടെങ്കിൽ ഈ ബുള്ളിഫോം സെൽസ് എന്ത് അബ്സോർബ് ചെയ്യും? വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്യും. പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കൂടുതലാണെങ്കിൽ ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്യും. വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഈ ബുള്ളിഫോം സെൽസ് അങ്ങോട്ട് വീർക്കും. ഈ വീർത്ത് നിൽക്കുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാ ടർജിഡ് സെൽ. പ്ലാന്റിൽ നല്ല പോലെ വാട്ടർ ഉണ്ട്, അപ്പോൾ ബുള്ളിഫോം സെൽസ് മോണോക്കോട്ടിന്റെ ലീഫിൽ അപ്പർ എപ്പിഡെർമിസിൽ കാണുന്ന ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവർ വീർത്ത് നിൽക്കും. വീർത്ത് നിന്നാൽ ടർജിഡ് സെൽ എന്ന് വിളിക്കുക. അപ്പോൾ നോക്കി, ഇതാണ് അപ്പർ എപ്പിഡെർമിസ് മക്കളെ. അവിടെ കുറെ ബുള്ളിഫോം സെൽസ് ഉണ്ട്. ഈ സെൽസ് ഒക്കെ വെള്ളം അബ്സോർബ് ചെയ്യുമ്പോഴോ അവർ വീർത്ത് നിൽക്കും. ഈ ബുള്ളിഫോം സെൽസ് വീർത്ത് നിൽക്കുന്ന കാരണമോ, വെയിറ്റ് കാരണം എന്താ ചെയ്യുക? ഈ ലീഫ് ഇങ്ങനെ തുറന്ന് നിൽക്കും, വെയിലത്തേക്ക് തുറന്ന് നിൽക്കും. അപ്പോൾ ടർജിഡ് സെല്ലായി, വീർത്ത സെല്ലുകൾ ഉണ്ടാകുന്ന കാരണം ലീഫുകൾ പുറത്തേക്ക് വിടർന്ന് നിൽക്കും. ലീഫ് ഇങ്ങനെ വിടർന്ന് നിൽക്കും. ഈ വിടർന്ന് നിൽക്കുന്നതിനാണ് നമ്മൾ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ അൺറോൾ എന്ന് വിളിക്കുക. റോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക, അൺറോൾ എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കുക. അൺറോളായി, ലീഫ് എക്സ്പോസ്ഡ് ആയി അല്ലെങ്കിൽ അൺറോളായി എന്നാ പറയാം. പക്ഷെ നിങ്ങൾ ചിന്തിക്ക്, പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കുറവാന്നിരിക്കട്ടെ, പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കുറവാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ സ്ട്രെസ്. പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കുറവാ, അപ്പൊ എന്താ ചെയ്യുന്നറിയാമോ? ബുള്ളിഫോം സെൽസ്, ഇതാണല്ലോ ബുള്ളിഫോം സെൽസ്. ഈ സെൽസിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോകുന്നറിയാമോ? വാട്ടർ പുറത്തേക്ക് പോകും. വാട്ടർ പുറത്തേക്ക് പോകുമ്പോൾ എന്താ പറ്റുക? ഈ സെൽസ് എല്ലാം കൂടെ, ഇതാണ് വീർത്ത സെൽ, ഇതിൽ നിന്ന് വാട്ടർ പുറത്തു പോയാലോ സെൽസ് എല്ലാം കൂടെ ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങിയ സെല്ലിന്റെ പേര് ഫ്ലാസിഡ് സെൽ. വീർത്ത സെല്ല് ടർജിഡ് സെൽ, ചുരുങ്ങിയ സെൽ ഫ്ലാസിഡ് സെൽ. എപ്പോഴാണ് ബുള്ളിഫോം സെൽസ് ചുരുങ്ങാൻ തുടങ്ങുക? അപ്പൊ ലീഫ് വെയിറ്റ് കുറയും. വെയിറ്റ് കുറയുമ്പോൾ എന്താ? ഇവര് റോൾ ചെയ്യാൻ തുടങ്ങും, ഇവര് കേള് ചെയ്യാൻ തുടങ്ങും. അപ്പം സെൽസ് ചുരുങ്ങും, വാട്ടർ പുറത്ത് പോകുമ്പോൾ അപ്പൊ ലീഫ് എന്തായി? ചുരുങ്ങി, അല്ലെങ്കിൽ എന്തായി? റോളായി. ലീഫ് ഇങ്ങനെ ഇരുന്ന ലീഫ് ബുള്ളിഫോം സെൽസിൽ നിന്ന് വാട്ടർ പോയ കാരണം എന്ത് പറ്റി? മടങ്ങി കയറി. ഇവിടോ വാട്ടർ നല്ല പോലെ ഉണ്ട്, ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്തു, വീർത്ത കാരണം, വെയിറ്റ് കാരണം എന്താ പറ്റുക? ഇത് പുറത്തേക്ക് തുറന്നിരുന്നു, എക്സ്പോസ്ഡ് ആയി. അപ്പൊ ബുള്ളിഫോം സെൽസിന്റെ മെയിൻ പണി എന്താ? ട്രാൻസ്പിരേഷനെ കുറയ്ക്കൽ തന്നെയാണ്. കൂടാതെ എന്താ പണി? ലീഫിനെ റോൾ ചെയ്യും, അൺറോൾ ചെയ്യും. ഇത് മാരുടെ പണിയാ? ബുള്ളിഫോം സെൽസിന്റെ പണിയാണ് മക്കളെ, ബുള്ളിഫോം സെൽസിന്റെ പണിയാണ്. ഓക്കെ, ഇതാണ് NCERT പറയുന്നത്. അബാക്സിയൽ എപ്പിഡെർമിസിലെ വെയിൻസിനോട് ചേർന്ന സെൽ എലോങ് ദ വെയിൻ, അഡാക്സിയൽ എപ്പിഡെർമിസിലെ വെയിൻസിലുള്ള ചില സെല്ലുകൾ മോഡിഫൈ ചെയ്ത് ലാർജ് എം ടി കളർലെസ് ആയിട്ട് മാറും. ആ സെല്ലുകളാണ് ബുള്ളിഫോം സെൽസ്. ഗ്രാസസ് പറഞ്ഞാൽ മോണോക്കോട്ട് ലീഫ്, മോണോക്കോട്ടിൽ മാത്രമേ കാണുള്ളൂ. ദിസ് ആർ കോൾഡ് ബുള്ളിഫോം സെൽസ്. ഈ ബുള്ളിഫോം സെൽസിന്റെ പണി എന്താ? ബുള്ളിഫോം സെൽസ് വാട്ടറിനെ അബ്സോർബ് ചെയ്താൽ എന്താ? അവർ വീർക്കുമ്പോഴാണ് ലീഫ് എന്താകുക? എക്സ്പോസ്ഡ് ആകുക.
വെൻ ദേ ആർ ഫ്ലാസിഡ്, ചുരുങ്ങും. എപ്പോഴാ ചുരുങ്ങുക? വാട്ടർ സ്ട്രെസ് വരുമ്പോൾ. വാട്ടർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കുറയുമ്പോൾ. പ്ലാന്റിൻ്റെ ഉള്ളിൽ വാട്ടർ കുറയുമ്പോൾ ബുള്ളിഫോം സെൽസിലെ വാട്ടർ പുറത്തു പോകും. അപ്പോൾ ഒരു ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങുന്നതിന് വിളിക്കുന്ന പേരാണ് ഇത് ഫ്ലാസിഡ് സെൽ. എപ്പോഴാണ് ബുള്ളിഫോം സെൽ ചുരുങ്ങുക? അപ്പോൾ ലീഫ് റോൾ ആകും. ദെൻ ദ ലീവ്സ് മേക്ക് എ ഇൻവേർഡ്, കേൾ ഇൻവേർഡ്. എപ്പോഴാണോ ഫ്ലാസിഡ് ആകുക, വാട്ടർ പുറത്തു പോവുക, അപ്പൊ ലീഫുകൾ എന്ത് ചെയ്യും? ചുരുങ്ങും. എന്തിനാ ചുരുങ്ങണേ? ടു മിനിമൈസ് വാട്ടർ ലോസ്. ഓൾറെഡി എന്താ? വാട്ടർ കുറവാ പ്ലാന്റിൽ, അപ്പൊ അല്ലേ ചുരുങ്ങുന്നത്. വാട്ടർ കുറയുമ്പോൾ എന്താ? വാട്ടർ ഓൾറെഡി പ്ലാന്റിൽ വാട്ടർ കുറവാ, അപ്പൊ ലീഫ് ഇങ്ങനെ തുറന്നിരുന്നിട്ട് കാര്യമില്ല. ലൈറ്റ് നല്ലപോലെ അടിക്കും, ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ പുറത്തു പോകും. അപ്പൊ വാട്ടർ ഒന്നാമതെ പ്ലാന്റിൽ കുറവാ. അപ്പൊ ഇനിയും വാട്ടർ പോകാതിരിക്കാൻ അവർ എന്ത് ചെയ്യുന്നു? ലീഫിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടി റോൾ ചെയ്യുന്നു. ടു മിനിമൈസ് വാട്ടർ ലോസ്. എന്തിനാ സാറേ ലീഫിനെ കേള് ചെയ്യുന്നത്? ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ഇനിയും നഷ്ടപ്പെടാതിരിക്കാനാണ്. ഇതാണ് ബുള്ളിഫോം സെൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ പറയും. ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾക്ക് നോക്കിക്കേ. ബുള്ളിഫോം സെൽസ് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോണോക്കോട്ട് ലീഫ്. മോണോക്കോട്ട് ലീഫിൽ മാത്രമേ ബുള്ളിഫോം സെൽസ് ഉള്ളൂ. ആൻഡ് ആർ നോട്ട് ഇൻ ഡൈക്കോട്ട്. ഡൈക്കോട്ടിൽ അവർ കാണില്ല. കാരണം എന്താ? ഡൈക്കോട്ട് ലീഫ്സ് മെയിൻലി റെഡ്യൂസ് ട്രാൻസ്പിറേഷൻ. ഡൈക്കോട്ട് ലീഫ് എങ്ങനെ ട്രാൻസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യുക? സൊമാറ്റിനെ ക്ലോസ് ചെയ്തിട്ട് ബൈ സൊമാറ്റർ റെഗുലേഷൻ. സൊമാറ്റിനെ റെഗുലേറ്റ് ചെയ്തിട്ട്, റെഗുലേറ്റ് പറഞ്ഞാൽ നിയന്ത്രിക്കുക. എങ്ങനെ നിയന്ത്രിക്കുക? ക്ലോസ് ചെയ്താൽ മതി. സൊമാറ്റിനെ ക്ലോസ് ചെയ്യലാണ് പണി. അവർ സൊമാറ്റർ റെഗുലേഷൻ എഴുതിയിട്ടുള്ളൂ. റാദർ ദാൻ ലീഫ് റോളിംഗ്. ബുള്ളിഫോം സെൽസ് കാരണം ലീഫിനെ റോൾ ചെയ്യും. അപ്പൊ ലൈറ്റ് അടിക്കില്ല, ട്രാൻസ്പിറേഷൻ കുറയും. എവിടെ? മോണോക്കോട്ട് ലീഫിൽ. ഡൈക്കോട്ട് ലീഫ് അങ്ങനല്ല. ട്രാൻസ്പിറേഷൻ കുറയ്ക്കണമെന്ന് തോന്നിയാൽ അവർ സൊമാറ്റിനെ റെഗുലേറ്റ് ചെയ്യും, സൊമാറ്റിനെ ക്ലോസ് ചെയ്യും. അപ്പൊ ട്രാൻസ്പിറേഷൻ നടക്കില്ല. അങ്ങനെയാണ് ഡൈക്കോട്ട് ലീഫ് ട്രാൻസ്പിറേഷനെ കുറയ്ക്കുക. ബുള്ളിഫോം സെൽസ് വെച്ചല്ല ട്രാൻസ്പിറേഷൻ കുറയ്ക്കുക. ആര്? ഡൈക്കോട്ട് ലീഫ്. സൊമാറ്റിനെ ക്ലോസ് ചെയ്തിട്ടല്ല മോണോക്കോട്ട് ലീഫോൺ ട്രാൻസ്പിറേഷനെ കുറയ്ക്കുക. മോണോക്കോട്ടിൽ ബുള്ളിഫോം സെൽസ് വഴിയാണ് ലീഫ് അപ്പർ റോൾ ആകും. ഡൈക്കോട്ടിൽ സൊമാറ്റിനെ ക്ലോസ് ചെയ്യും, ട്രാൻസ്പിറേഷൻ കുറയും. ഓക്കെ അല്ലേ മക്കളെ? ബുള്ളിഫോം സെൽസിന്റെ ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഓരോ ലീഫുകളും ട്രാൻസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലായല്ലോ. ശ്രദ്ധിച്ചു വെക്കാം. ഒരു സാധനമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയാമോ? ഈ ഡൈക്കോട്ട് ലീഫിനേക്കാൾ ട്രാൻസ്പിറേഷൻ കൂടുതൽ എപ്പോഴും മോണോക്കോട്ട് ലീഫുകൾക്കാണ്. കാരണം എന്താ അറിയാമോ? ഡൈക്കോട്ട് ലീഫുകൾ വെർട്ടിക്കലി നിൽക്കുക. ഇങ്ങനെ ഇതാണ് പ്ലാന്റ് നിൽക്കട്ടെ, മേലോട്ടാണ് ഡൈക്കോട്ട് ലീഫ് നിൽക്കുക. എന്നാൽ മോണോക്കോട്ടോ ഇങ്ങനെ നിൽക്കുക, ഒറിസോണ്ടലി നിൽക്കുക. വെർട്ടിക്കലി മോണോക്കോട്ടിന്റെ ലീഫ് നിൽക്കും, ഒറിസോണ്ടലി ഡൈക്കോട്ട് ലീഫ് നിൽക്കും. ഇങ്ങനെ വെർട്ടിക്കലി മേലോട്ട് നിൽക്കാണല്ലോ. അപ്പൊ എന്താ പ്രശ്നം അറിയാമോ? ഈ മുകളിലത്തെ സർഫസിലും ലൈറ്റ് അടിക്കും, മോണോക്കോട്ടിന്റെ ബാക്കിലുള്ള സർഫസിലും എന്തടിക്കും? ലൈറ്റ് അടിക്കും. ഇങ്ങനെ വെർട്ടിക്കലി നിൽക്കുന്ന കാരണം ഇവിടെയും ലൈറ്റ് വീഴാൻ ചാൻസ് ഉണ്ട്, ഈ ബാക്കിൽ ലൈറ്റ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കേ, ഡൈക്കോട്ടിനേക്കാൾ മോർ ലൈറ്റ് വീഴുന്ന എവിടാ? മോർ ലൈറ്റ് എവിടാ? മോണോക്കോട്ടില. മോർ ലൈറ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം? ലീഫ് ഒന്നുകൂടെ ചൂടാകും. അപ്പൊ വാട്ടർ വേപ്പർ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ട്രാൻസ്പിറേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. നല്ല ലൈറ്റ് അടിക്കുന്ന കാരണം അവരുടെ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇവരെക്കാൾ കൂടുതലായിരിക്കും. ആ ട്രാൻസ്പിറേഷനെ കുറയ്ക്കാനാണ് അവർക്ക് എന്ത് സെല്ല്? ബുള്ളിഫോം സെൽസിന്റെ ആവശ്യം. എന്നാൽ ഡൈക്കോട്ട് ലീഫുകൾ എങ്ങനെ? ഒറിസോണ്ടലി നിൽക്കുക. ഒറിസോണ്ടലി നിൽക്കുമ്പോൾ എന്താ പ്രത്യേകത? ഈ സർഫസിൽ, അപ്പർ സർഫസിൽ മാത്രമേ എന്ത് കിട്ടൂ? ലൈറ്റ് കിട്ടൂ. താഴത്തെ സർഫസിൽ അങ്ങനെ എന്ത് കിട്ടില്ല? ലൈറ്റ് കിട്ടില്ല. അപ്പം ഇവൻ വെർട്ടിക്കലി, ഇവൻ ഒറിസോണ്ടലി. ഇവന്റെ രണ്ട് സൈഡിൽ ലൈറ്റ് ഉണ്ട്, അപ്പൊ ഇവൻ ലൈറ്റ് കൂടുതലാ. ഇവന്റെ ഒരു സൈഡിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ. അപ്പൊ ഇവരെ അപേക്ഷിച്ച് ഇവന്റെ ലൈറ്റ് എന്താ? കുറവാ. ഇവന് രണ്ട് സൈഡിൽ ലൈറ്റ് കിട്ടുന്നുണ്ട്, ഇവന് ഒരു സൈഡ് മാത്രമേ ലൈറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇവനെ അപേക്ഷിച്ച് ഇവന്റെ ലൈറ്റ് എന്താ? കുറവാ. ലൈറ്റ് കൂടുമ്പോൾ ലീഫ് ചൂടാകും, ട്രാൻസ്പിറേഷൻ കൂടും. ലൈറ്റ് ഇവിടെ കൂടുതലല്ലേ, അപ്പോൾ ട്രാൻസ്പിറേഷൻ കൂടുതലാണ്. ഇവനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇവിടെ ലൈറ്റ് കുറവാ. അപ്പം ലൈറ്റ് കുറവായതുകൊണ്ടോ ട്രാൻസ്പിറേഷന്റെ സ്പീഡ്, ട്രാൻസ്പിറേഷന്റെ അളവ് ഇവനേക്കാൾ കുറവാണ്. ഒട്ടും നടക്കില്ല എന്നല്ല കേട്ടോ, ട്രാൻസ്പിറേഷൻ കുറഞ്ഞു പോയി എന്നല്ല, ഇവനെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. പക്ഷെ ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇവനെ അപേക്ഷിച്ച് കുറവാ. കാരണം ഇവന്റെ അത്രയും ലൈറ്റ്, മോണോക്കോട്ട് ലീഫിന്റെ അത്രയും ലൈറ്റ് ഡൈക്കോട്ട് ലീഫിന് കിട്ടാറില്ല. അപ്പൊ ട്രാൻസ്പിറേഷൻ ഉണ്ട്, ബട്ട് ഇവനെ അപേക്ഷിച്ച് എന്താ? കുറവാ. അപ്പൊ ട്രാൻസ്പിറേഷൻ ഉണ്ടല്ലോ, ഓൾറെഡി ഇവനെ അപേക്ഷിച്ച് കുറവാന്നേ ഉള്ളൂ. ഓൾറെഡി ഡൈക്കോട്ട് ലീഫിൽ എന്തുണ്ട്? ട്രാൻസ്പിറേഷൻ ഉണ്ട്. ആ ട്രാൻസ്പിറേഷൻ അവരെങ്ങനെ കുറയ്ക്കുക? സൊമാറ്റിനെ ക്ലോസ് ചെയ്തിട്ടാണ് കുറയ്ക്കുക. ഇവിടെയുള്ള സൊമാറ്റിനെ അവർ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും.
ഇവൻ എന്താ ചെയ്യുക, ഇവൻ നേരെ ലീഫിനെ റോള് ചെയ്യും. ബുള്ളിഫോം സെൽസ് ഉണ്ടല്ലോ, നേരെ ഇങ്ങനെ ചുരുട്ടും. അങ്ങനെയാണ് അവൻ കുറയ്ക്കുക ട്രാൻസ്പിരേഷനെ. മോണോക്കോട്ട് ലീഫിന്റെ ട്രാൻസ്പിരേഷൻ കൂടുതലായിരിക്കും ഡൈക്കോട്ടിനേക്കാൾ. കാരണം എന്താ, ഇവൻ വെട്ടിക്കൽ നിൽക്കുന്ന കാരണം രണ്ട് സൈഡിൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ലീഫ് നല്ലപോലെ ചൂടാകും, വാട്ടർ വേപ്പറായിട്ട് പോകും. അതാണ് ട്രാൻസ്പിരേഷൻ. ഇവിടെ ഒരു സൈഡിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ, അപ്പൊ ട്രാൻസ്പിരേഷൻ കുറവായിരിക്കും. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇങ്ങനെ ഇതാണ് വെർട്ടിക്കലി. ഇത് ഐസോബൈലാറ്ററൽ ലീഫ്. മോണോക്കോട്ടിന്റെ വേറൊരു പേര് ഐസോബൈലാറ്ററൽ ലീഫ്, ഡൈക്കോട്ടിന്റെ വേറൊരു പേര് ഡോസി വെൻട്രൽ ലീഫ്. അറിയാമല്ലോ, ഡോസി വെൻട്രൽ ലീഫ് ഹൊറിസോണ്ടലിയാ നിൽക്കുക, ലൈറ്റ് കുറവായിരിക്കും കിട്ടുന്നത്. ഇവിടെ വെർട്ടിക്കലിയാ നിൽക്കുക, രണ്ട് സൈഡിൽ ലൈറ്റ് ഉണ്ട്, അപ്പോൾ ലൈറ്റിന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ ഗൈസ്, വൃത്തിക്ക് പഠിക്കുക. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ.